നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വാർത്തകൾ തത്സമയമായി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വാർത്തയിലേക്ക് നോക്കൂ. നിലമ്പൂരിൽ 916 കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടും സഖാക്കൾ കിണഞ്ഞ് പരിശ്രമം നടത്തിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 തവണ പ്രചാരണത്തിനെത്തിയിട്ടും മന്ത്രിമാർ മുഴുവൻ അവിടെ ക്യാമ്പ് ചെയ്തിട്ടും എങ്ങനെ സ്വരാജ് തോറ്റു? എങ്ങനെ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി ഷൗക്കത്ത് ജയിച്ചു? നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. വസ്തുതകൾ നിരത്തി തന്നെ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. ഈ വാർത്ത നിങ്ങൾ മുഴുവനുമായിട്ട് കാണണം. ശേഷം നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്താൻ മറക്കരുത്. നോക്കൂ, ഒരു ഘട്ടത്തിൽ പോലും UDF രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും UDF ഒരു വികസനവും പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും ചർച്ച ചെയ്യപ്പെടരുതെന്ന ഒരു വലിയ ആഗ്രഹം, അങ്ങനെ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നമ്മുടെ UDF-നുണ്ടായിരുന്നു. അവർ എന്താണ് അവിടെ പിന്നെ ചർച്ച ചെയ്തത്? ഇത് രണ്ടും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വരാജിന് നേട്ടമായി മാറും എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ പലയിടങ്ങളിലും ഇറക്കി പയറ്റി വിജയിച്ച ഒരു തന്ത്രം തന്നെ പുറത്തിറക്കി. അതെ, വർഗീയ കാർഡിറക്കി മഴവിൽ സഖ്യങ്ങളുമായി കൈകോർത്തുകൊണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്വരാജിനെതിരെ പടവെട്ടാൻ ഇറങ്ങിയത്. ഓർക്കുന്നില്ലേ സതീശൻ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ മേടിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേണം ആ പിന്തുണ എന്നാണ് പറഞ്ഞത്. ശേഷം അദ്ദേഹം പറഞ്ഞത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഒരു സംഘടനയല്ല ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്നാണ് പറഞ്ഞത്. സംഘപരിവാർ എങ്ങനെയാണോ അതിന്റെ സമാനമായ പതിപ്പാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി നന്നായി അറിയാവുന്ന അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പോലും ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചിരിച്ചുപോയി കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നീട് നമ്മൾ എന്താണ് കേൾക്കുന്നത്? പിന്നീട് നമ്മൾ BJP നേതാവായിട്ടുള്ള മോഹൻ ജോർജിന്റെ ഒരു പ്രതികരണം കേൾക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ കുറച്ചു മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹം പറയുന്നു, സ്വരാജ് ജയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുറച്ചധികം വോട്ട് ഷൗക്കത്തിന് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോ BJP-യുടെ കൂടി പിന്തുണ ഷൗക്കത്തിന് കിട്ടുന്നു. ജനസംഘമായും ജനതാ പാർട്ടിയും ഒക്കെയായി മുൻകാലങ്ങളിൽ കൈകോർത്തിട്ടുള്ള എന്തിന് RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ പോയി കൈകൂപ്പി നിന്നിട്ടുള്ള സതീശന്റെ പാർട്ടി BJP-യുമായി അല്ലെങ്കിൽ BJP വോട്ടുകൾ കൂടി മേടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പതാ പുതിയൊരു കാര്യം കൂടി പുറത്തു വരുന്നു. എന്താണ്? SDPയുടെ സംസ്ഥാന നേതാവ് ജോർജ് മുണ്ടക്കയം അദ്ദേഹം FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതുകൂടി ഞാനൊന്ന് വായിക്കാം. അതെ, ഞങ്ങളൊരു 9500 വോട്ട് ഭരണകൂട ഭീകരതക്കെതിരെ മറിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ BJP-യുടെ പിന്തുണ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ, SDPയുടെ പിന്തുണ, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ഇവർ താലോലിക്കുന്നു, അതിനെ ഒരുപോലെ അവർ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവരുടെ പിന്തുണയോടുകൂടിയാണ് അവിടെ സ്വരാജിനെ തോൽപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി വരുമ്പോ ഇല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് രംഗത്തേക്ക് വരാൻ കഴിയാതെ പോകുന്നത്? ഓർക്കുന്നില്ലേ, പാലക്കാട് SDP രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ ഒരു പ്രകടനം നടത്തിയത് ഞങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞ്? അങ്ങനെയല്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് സതീശനും സംഘവും രംഗത്തേക്ക് വരാത്തത്? SDP-യുടെ MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന രീതിയിൽ SDP-ക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് എന്തുകൊണ്ടാണ് സതീശനും സംഘവും പറയാത്തത്? എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പറയാത്തത്? ഇനിയിപ്പോ നാളെ ഈ ജയിച്ചു പോയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ MLA ആണ്, അതുപോലെ തന്നെ SDP-യുടെ MLA ആണ്, BJP-ക്കാരുടെ MLA ആണ്, ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട MLA ആണ് എന്ന് പറഞ്ഞാലും തെറ്റു പറയാൻ പറ്റില്ല. അതൊന്നും സതീശനും സംഘവും നിഷേധിക്കില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണ പരസ്യമായിട്ട് മേടിച്ച കാര്യമൊക്കെ നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, അല്ലെ? ഇപ്പൊ ജയിച്ച ശേഷവും അത് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഈ മഴവിൽ സഖ്യങ്ങളൊക്കെ ആയിട്ട് ഇതിനൊക്കെ ഒപ്പം കൈകോർത്തുകൊണ്ട് വർഗീയത കൊണ്ട് മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വരാജ് തോക്കുമ്പോഴും സ്വാഭാവികമായും മതനിരപേക്ഷത തോറ്റോ എന്ന് ചോദിച്ചാൽ തല ഉയർത്തിപ്പിടിച്ച് അവർ നിൽക്കുന്നുണ്ട്. മതനിരപേക്ഷത എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വരാജ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? എനിക്കൊരു മതരാഷ്ട്രവാദിയുടെയും വോട്ട് വേണ്ട, ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, അങ്ങനെ വോട്ട് ചോദിക്കാത്തതിന്റെ പേരിൽ ഞാൻ തോറ്റു പോവുകയാണെങ്കിൽ ആ അഭിമാനത്തോടെ ആ തോൽവി ഞാൻ ഏറ്റുവാങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് അഭിമാനിക്കാം സ്വരാജിന്. ഒരു വർഗീയവാദിയുടെയും വോട്ടിന് വേണ്ടി തിണ്ണനിറങ്ങാൻ പോകാത്തത് കൊണ്ട്, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് താങ്കൾക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. UDF-ന്റെ ഈ വർഗീയ കൂട്ടുകെട്ടിനെതിരെ സ്വരാജ് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അതിനെ ചെറുക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഒരു ഘട്ടത്തിൽ, അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷിന്റെ ഒരു പ്രതികരണം, ആ ഒരൊറ്റ പ്രതികരണമാണ് എല്ലാത്തിനും വലിയ തലവേദനയായി പിന്നീട് മാറുന്നത്. മാതൃഭൂമിയിലെ അഭിലാഷുമായിട്ട് ഇദ്ദേഹം ഒരു അഭിമുഖം നടത്തുന്നുണ്ട്. അഭിലാഷിന്റെ ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം നൽകുന്നുമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ചോദ്യത്തിന് നൽകിയ ഉത്തരം, ആ ഉത്തരമാണ് സ്വരാജിന്റെ ഈ UDF-നെതിരെയുള്ള
അവരുടെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിന് വലിയ തോതിൽ തന്നെ ക്ഷീണം ചെയ്തത്. സംഘപരിവാറുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. അത് കാട്ടുതീ പോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. എങ്ങനെയാണ് നോക്കൂ, RSSും CPM-ഉം രണ്ടല്ല ഒന്നാണെന്ന രീതിയിൽ വാട്സപ്പ് വഴി മുഴുവൻ UDF-ന്റെ പല നേതാക്കളും പ്രചരിപ്പിക്കുകയാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന വെല്ലുവിളി സംഘപരിവാറിനെതിരെ സന്ധി ചേരാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് LDF-നുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വരാജിനെ തോൽപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയൊരു ബാലികേറ മലയായിരുന്നു. പക്ഷെ അവർക്ക് വീണ് കിട്ടിയ ഒരു വടി തന്നെയായിരുന്നു MP ഗോവിന്ദൻ മാഷിന്റെ ആ പ്രതികരണം. ആ പ്രതികരണം നല്ല രീതിയിൽ തന്നെ UDF ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അവർ പല രീതിയിലുള്ള ക്യാപ്ഷനുകൾ ഇട്ട് വാട്സപ്പ് വഴി നിലമ്പൂരിലെ വോട്ടർമാരുടെ ഇടയിലേക്ക് അവർ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തടയാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം AKG സെന്ററിൽ MP ഗോവിന്ദൻ മാഷ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടെങ്കിലും അതൊക്കെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. മാധ്യമങ്ങൾ അത് മനഃപൂർവ്വം ടെലികാസ്റ്റ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായി. ശേഷം ഇതൊക്കെ സ്വരാജിന് വലിയ വെല്ലുവിളിയായി മാറും, വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന തിരിച്ചറിവിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് ഏകദേശം ഒരു 6 മണിയോട് കൂടി തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആയതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും അത് ലൈവായി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമായി ആ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ശേഷം ഒരു പാർട്ടി സെക്രട്ടറിയെ പോലെ അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറിയുടെ കുപ്പായം അണിഞ്ഞ് അദ്ദേഹത്തിന് സംഘപരിവാറുമായി ഇടതുപക്ഷത്തിന് യാതൊരു ബന്ധമില്ല എന്നും ഇതുവരെ സംഘപരിവാറുമായി കൈകോർത്തിട്ടില്ല എന്നുമൊക്കെ അദ്ദേഹത്തിന് പല വസ്തുതകൾ നിരത്തിക്കൊണ്ട് പല തെളിവുകൾ ഉയർത്തി കാണിച്ച് പറയേണ്ടി വന്നു. അന്ന് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നീരജ് ചൗധരി എഴുതിയിട്ടുള്ള ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസും സംഘപരിവാറും തമ്മിലുള്ള ബന്ധമായിരുന്നു. അതായത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം മുതൽ നടത്തിയിട്ടുള്ള പല രഹസ്യ ചർച്ചകളെ പറ്റിയായിരുന്നു. മാത്രവുമല്ല സംഘപരിവാരങ്ങൾ ഇതുവരെ കൊന്നൊടുക്കിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ കഥ കൂടി അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ തന്നെ അന്നത്തെ സമയത്ത് ചർച്ചയായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ തോതിലൊന്നും ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നേതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷത്തിന് ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ല. കൈരളിയും ഈ പറയുന്നത് പോലെ ദേശാഭിമാനിയും അത്ര വലിയ ചാനലുകളുമല്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മാധ്യമത്തിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോഴും എല്ലാ നേതാക്കളും വളരെ സൂക്ഷ്മമായി സംസാരിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം ഒരു പരിധിവരെ വലിയ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനേക്കാൾ MP ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രതികരണം കാട്ടുതീ പോലെ ആളുകൾക്കിടയിലേക്ക് ചെന്നു. പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നോക്കൂ, ചില നേതാക്കൾ അതായത് MP ഗോവിന്ദൻ മാഷ്, EP ജയരാജൻ, അതുപോലെ തന്നെ നമ്മുടെ വിജയരാഘവൻ, ഈ സഖാക്കന്മാരൊക്കെ സ്വാഭാവികമായും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ പലതും പറയുന്നത് വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, എല്ലാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇപ്പോൾ എന്താണ് ഏത് രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇടതുപക്ഷത്തിനെതിരെ നടത്തുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ, EP ജയരാജന്റെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹം BJP-യിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചാരണം നടത്തി. പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ പോകുന്ന സമയത്താണ് അത്തരത്തിൽ ഒരു പ്രചാരണം നടക്കുന്നത്. അതിനെ തടയാൻ പറ്റുമോ? ഇല്ല. ശേഷം എന്താണ് നമ്മൾ കാണുന്നത്? വിജയരാഘവൻ സഖാവ് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം വളച്ചൊടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പലരും UDF-ന്റെ പല നേതാക്കളും ഒക്കെ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തടുക്കാൻ ശ്രമം നടത്തി. അത് നടന്നോ? ഇല്ല. ഇപ്പൊ ഇദ്ദേഹം MP ഗോവിന്ദൻ മാഷ് നടത്തിയ പ്രതികരണം, ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ തകർത്തെറിയാൻ വേണ്ടി ശ്രമം നടത്തുന്നവരാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിൽ പോയി കയറിക്കൊടുക്കരുത്. നോക്കൂ, അഭിലാഷ് പോലും ആ ഇന്റർവ്യൂവിൽ എത്രയോ തവണ അദ്ദേഹം പറയുന്നുണ്ട്, സാർ ഇത് വിവാദമാക്കാനുള്ള സാധ്യത മാഷ എന്ന് പറയുന്നുണ്ട്. അതായത് പറയാതെ പറയുന്നുണ്ട് ഇത് പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ പോലും MP ഗോവിന്ദൻ മാഷ് വസ്തുതകൾ തുറന്നു പറയുന്നതിൽ എന്താണ് പ്രശ്നം എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വീഴ്ച സംഭവിച്ചു MP ഗോവിന്ദൻ മാഷിന്. അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ തോതിൽ തന്നെ ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ക്ഷീണം എങ്ങനെയാണ് നോക്കൂ, അതായത് നിലമ്പൂരിലെ പല LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിലും ഒക്കെ UDF അവരെ വ്യക്തമായിട്ടുള്ള ഒരു തേരോട്ടം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. എങ്ങനെ അങ്ങനെ നടത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പരിശോധിക്കണ്ടേ? നമ്മൾ പെൻഷൻ കൊടുത്തു, നമ്മൾ ആശമാർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും നല്ല രീതിയിൽ തന്നെ നമ്മൾ എല്ലാ രീതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എങ്ങനെ LDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളും പിന്നോട്ട് പോയി എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. ഈ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രവുമല്ല അത്തരത്തിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ ഇനിയെങ്കിലും നമ്മൾ തേടേണ്ടതാണ്.
നോക്കൂ, SUC-കാർ എത്ര ദിവസമായി അവിടെ സമരം ചെയ്യുന്നത്? അതിൽ ഒറ്റ ആശമാരും ഇല്ല എന്നുള്ളത് വസ്തുതയല്ലേ? മാത്രവുമല്ല, ഇവർ ഈ SUC-കാര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ ആശമാർ വാർത്താ സമ്മേളനം നടത്തി നമ്മൾ കണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു നല്ല വ്യക്തത വരുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർ SUC-കാരല്ല എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ പറഞ്ഞ് ആ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിയാതെ പോകും. അപ്പോ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് നമ്മൾ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായ വസ്തുതയാണ്. മാത്രമല്ല, നോക്കൂ, നിലവിൽ പല രീതിയിലുള്ള പല വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷത്തിനെതിരെ ഓരോ ദിവസവും ഇട്ട് പയറ്റുകയാണ് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ. എന്ത് നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? സത്യത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പ്രചരിപ്പിച്ച് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ വളർത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നേ. അത്തരം നിയമ നടപടികളൊക്കെ സ്വീകരിക്കാത്ത പക്ഷം സ്വാഭാവികമായും നിലവിൽ പല പാർട്ടി പ്രവർത്തകർക്കും അമർഷം തോന്നും. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരും. അതുകൊണ്ട് തീർച്ചയായും അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. നിയമ നടപടികൾ തീർച്ചയായും അവർക്കെതിരെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളത് എല്ലാ സഖാക്കളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ലല്ലോ, SUC-കാർ ആശമാരാണ് എന്ന രീതിയിൽ UDF ഒരു കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണെന്നേ ഇപ്പൊ മുഴുവൻ കളി നടക്കുന്നത്. ആ വഴിയാണെന്ന് ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ഇത് അങ്ങനെയാണോ എന്ന് ചിന്തിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഒരു കള്ളത്തെ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണല്ലോ പലയിടങ്ങളിലും. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിനെ പൊളിക്കാൻ വേണ്ടി പൂർവാധിക ശക്തി പ്രാപിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് വലിയൊരു വസ്തുതയാണെന്നേ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനോടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ മത്സരിക്കുന്നതെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും VD സതീശൻ സംഘം എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ജയിച്ച ഇടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ സ്വന്തം മണ്ഡലങ്ങൾ തന്നെയായിരുന്നു. ആ കാര്യത്തിൽ വേറെ തർക്കമൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതും അവരുടെ ഒരു UDF-ന്റെ തന്നെ മണ്ഡലമാണ്. പക്ഷേ ഇവിടുത്തെ തോൽവിയിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് ചില തിരുത്തലുകൾ തീർച്ചയായും നമ്മൾ വരുത്തേണ്ടതുണ്ട്. അത് വരുത്താത്ത പക്ഷം സ്വാഭാവികമായും ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്കൊരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും നമുക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ഈ വീഴ്ചയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട്. നോക്കൂ, പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും പൊതുവെ ഉണ്ടല്ലോ. പോലീസിൽ ഒരു സംഘവൽക്കരണമുണ്ട്. സംഘപരിവാറാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്. പല പാർട്ടിക്കാരും കൊടുക്കുന്ന പല കേസുകളിലും മറ്റുള്ള കാര്യങ്ങൾ തീർപ്പാകുന്നില്ല എന്നത് ഇതിലൊക്കെ പല സംസ്ഥാനങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനും ഇതല്ല ഫാക്ട്, യഥാർത്ഥ വസ്തുതകൾ മറ്റൊന്നാണ് എന്ന് കാണിക്കാൻ നമുക്ക് കഴിയണമെന്നേ. മാത്രമല്ല, നോക്കൂ, കൈരളിയൻ ദേശാഭിമാനിയെ സംബന്ധിച്ച് നമുക്കറിയാം, അവരൊക്കെ സ്വാഭാവികമായും കുറച്ചുകൂടി ഉയർന്നു വരേണ്ടതുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന സർക്കാരിനെ കടന്നാക്രമിക്കുമ്പോൾ കൈരളിക്കും ദേശാഭിമാനിക്കും അതിനെ ചെറുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളെയും മറ്റ് സംവിധാനങ്ങളെയും ഒക്കെ ഒരുക്കിക്കൊണ്ട് അതിനെ ചെറുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കൊക്കെ എന്തായാലും ഇടതുപക്ഷം മാറേണ്ടതുണ്ട്. ഈ ഒരു തോൽവിയെ ഒരു വലിയ പാഠമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ന്യായീകരിച്ച് ഇങ്ങനെ പോകാന്നേ ഉള്ളൂ. കാരണം സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് UDF-ന് പിടിക്കാൻ പറ്റിയില്ലല്ലോ, ഞങ്ങളുടെ വോട്ടൊക്കെ ഞങ്ങൾ പിടിച്ചു നിർത്തി, അൻവർ പോയപ്പോൾ അൻവറിന്റെ വോട്ട് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് പറഞ്ഞു നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തോരം വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഈ പെൻഷൻ വിവാദമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കള്ളക്കണക്കായിട്ട് ഇവിടെ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും വന്നില്ലേ. അതുപോലെ തന്നെ ഒരു പെട്ടി വിവാദം എന്നൊക്കെ പറഞ്ഞ് വേറെ ചില ഗിമ്മിക്ക് നമ്പറും ഒക്കെ ആയിട്ട് ഇവിടെ വന്നില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് പല കാര്യങ്ങളും ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്? അപ്പൊ നമുക്ക് എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, വന്യജീവി ആക്രമണം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. വന്യജീവി ആക്രമണത്തിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആരൊക്കെയാണെന്നേ? അത് BJP-യും കോൺഗ്രസും അല്ലേ? എന്നിട്ട് അത് പറഞ്ഞ് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എന്റെ ഉത്തരം. കാരണം മലയോര മേഖലയിലുള്ള ആളുകളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായും സ്വരാജിന് അവിടെ ഇത്തരത്തിലുള്ള ക്ഷീണം സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വ്യക്തത ഇനിയും വരുത്തേണ്ടതുണ്ട്. ഇനിയും ഇതിന്റെ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പല മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒപ്പം പല നേതാക്കളുമൊക്കെ പല മാധ്യമങ്ങളുടെ മുമ്പിലുമൊക്കെ നിന്ന് നടത്തുന്ന പല പ്രതികരണങ്ങളും മാധ്യമങ്ങൾ ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കുക മറ്റൊരു വഴിയായിരിക്കും എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട്. വിമർശനം എപ്പോഴും നല്ലതാണ്. വിമർശനങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. തിരുത്താനുള്ളതൊക്കെ തിരുത്തുകയും വേണം. 24 മണിക്കൂർ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ കുലംകുത്തികൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് പറയാനുള്ളത്. എന്തായാലും LDF 3.0
സംഭവിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ പല തിരുത്തലുകളൊക്കെ നടത്തണം. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു വികാരമേ ഇല്ല. അങ്ങനെ ഒരു വിരുദ്ധ വികാരമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ശ്രമം നടത്തുന്നത് പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളുമാണ്. ആ അജണ്ടയും പൊളിച്ചടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ യഥാർത്ഥ ഒരു മുഖം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. പിന്നെ എം സ്വരാജ് തോറ്റു എന്നതിന്റെ പേരിൽ ഞാനൊരു മാളത്തിലും പോയി ഒന്നും എന്തായാലും വിളിക്കാൻ പോകുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ പല ആളുകളും പറയുന്ന ഒരു കാര്യം കേട്ടു, 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ രാഹുൽ ഇവിടെ ഉണ്ടാകുമെന്ന്. രാഹുൽ ഇവിടെയൊക്കെ തന്നെ കാണും എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അത് എത്രയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ വർഗീയതക്കെതിരെ അതുപോലെ തന്നെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഏത് നട്ടലുള്ള മനുഷ്യൻ തോറ്റുപോയാലും ആ മനുഷ്യനൊപ്പം തന്നെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പറ്റി, ആ സർക്കാർ ചെയ്യുന്ന വികസനങ്ങളെ പറ്റി, ആ സർക്കാർ ചെയ്യുന്ന നന്മയെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ സൈബർ ആക്രമണങ്ങൾ നടത്തി എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന വല്ല ശ്രമം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നടത്തിക്കോ. പക്ഷേ ഞാൻ അങ്ങ് തോറ്റു തരുമെന്നൊന്നും ആരും വിചാരിക്കരുത്. മാത്രമല്ല ഇന്ന് മുതൽ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന സംഭവം വേറൊന്നുമല്ല, സ്വരാജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ മൃഗീയമായി സൈബർ വേട്ട നടത്തി നശിപ്പിക്കുന്ന യൂത്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ KR മീരയും അതുപോലെ തന്നെ നമ്മുടെ നിലമ്പൂർ ആയിഷയും ഒക്കെ സ്വരാജിനെ പറ്റി നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചില ആക്രമണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ആക്രമണങ്ങളൊക്കെ നടത്തി സംസാരിക്കുന്നവരെ, ശബ്ദിക്കുന്നവരുടെ പ്രതികരണം ഇല്ലാതാക്കാനൊക്കെ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളൊക്കെ അതെ ഇങ്ങനെ സൈബർ ആക്രമണമൊക്കെ നടത്തി തോറ്റ് മുട്ടുമടക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും ജയിച്ച ഷൗക്കത്തിന് എല്ലാവിധ ആശംസകളും എന്തായാലും നൽകുകയാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നത് സ്വരാജിനെ പറ്റി തന്നെയാണ്, സ്വരാജിനെ ഓർത്ത് തന്നെയാണ്. ഈ സ്വരാജിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ആ നിലമ്പൂരിലെ ഒരാൾക്കും സങ്കടം തോന്നുന്നുണ്ടാവില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, നിലമ്പൂരില് പല വോട്ട് ചെയ്ത ആളുകളോടും നമ്മൾ ചോദിച്ചപ്പോ പലരും എന്താണ് പറഞ്ഞത്, ജയിച്ചാലും തോറ്റാലും ഒന്നും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഒരു വോട്ട് ആ മനുഷ്യന് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളതാണ്. എന്തായാലും ഈ വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചിരിക്കുന്ന ആളുകളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ എം സ്വരാജ് തെരഞ്ഞെടുപ്പിന്റെ പല വേളകളിലും മൈക്കിന് മുമ്പിലൂടെ പറഞ്ഞൊരു കാര്യം, നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന്.